മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ശ്രീ റെജി ലൂക്കോസ് 2 മാസം മുമ്പ് പോസ്റ്റ് ചെയ്തതാണ്. ഇവരിൽ ആരാണ് തട്ടിപ്പിന് മുന്നിൽ? രാജീവ് ചന്ദ്രശേഖർജിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഫോട്ടോ വെച്ച് ഇന്ന് അതേ രാജീവ് ചന്ദ്രശേഖർജിയുടെ നിന്ന് മെമ്പർഷിപ്പ് വാങ്ങി BJP-യിൽ കക്ഷിയായി അല്ലെങ്കിൽ BJP-യിൽ ചേർന്ന് സഹയാത്രികനായി ഇടതുപക്ഷ സഹയാത്രികനായ നമ്മുടെ റെജി ലൂക്കോസ് ജി നേരെ രാജീവ് ചന്ദ്രശേഖർജിയുടെ ഭാഗമുള്ള BJP-യുടെ മെമ്പറായി. നിങ്ങൾ കാണുന്ന രാഷ്ട്രീയക്കാരെ കുറിച്ച് അറിയാൻ ആരെയും കുറ്റമായിട്ടല്ല പറയുന്നത്, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായി നിൽക്കുമ്പം അതിഭീകരമായി അവരെ ട്രോൾ ചെയ്യും, ആക്രമിക്കും. എന്നാൽ ഇവരൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ആ രീതിയിൽ വലിയ മോശമോ അങ്ങനെയൊന്നും ആൾക്കാരല്ല. ഇദ്ദേഹം എന്നെ ഒരുപാട് ട്രോൾ ചെയ്ത ആളാണ്. ഭാവിയിൽ ഞാൻ മഹാത്മാഗാന്ധി എന്നറിയപ്പെടും, എന്താ പറയുക, സ്വാതന്ത്ര്യ സമര കാലത്തിന് ശേഷം നമുക്ക് ലഭിച്ച മഹാത്യാഗി എന്നൊക്കെ പറഞ്ഞ ശ്രീ റെജി ലൂക്കോസ് എന്നെ കുറിച്ച് പല പോസ്റ്റുകളും ചെയ്തിട്ടുണ്ട്. ഞാൻ വെറുതെ ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ ചില പോസ്റ്റുകൾ കണ്ടത്. ജയിലിൽ കിടക്കുന്നതുകൊണ്ട് പോസ്റ്റുകൾ കാണാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ചില പോസ്റ്റുകൾ കണ്ടത്. വളരെ കൗതുകം ഉണർത്തുന്ന പല പോസ്റ്റുകളും. ഞങ്ങളൊക്കെ സ്ഥിരം ചാനൽ ചർച്ചയ്ക്ക് ഇരിക്കാറുണ്ട്. അതായത് ഗാന്ധിയനായ മഹാത്മാഗാന്ധിയുടെ പാതയിൽ പോണമെന്ന് പറയുന്ന എന്നെ പോലും കടുത്ത വർഗീയവാദിയാണ് എന്നൊക്കെ ബ്രാൻഡ് ചെയ്തിരുന്ന വ്യക്തിയാണ് നമ്മുടെ അദ്ദേഹം. പക്ഷേ ഇന്ന് നേരെ തിരിച്ച് അദ്ദേഹം RSS പാളയത്തിൽ സംഘികൾ നാടിനാപത്താണ് എന്നൊക്കെ പറയുന്ന അദ്ദേഹം നേരെ തിരിച്ച് ആ പാളയത്തിലേക്ക് പോകുന്നത് കൗതുകത്തോടെയാണ് കാണുന്നത്. ഇതിൽ നിന്ന് സാധാരണക്കാർ മനസ്സിലാക്കേണ്ട കാര്യം, അതായത് ആരെയും കുറ്റം പറയാനല്ല, ഇതിൽ നിന്ന് സാധാരണക്കാർ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ രാഷ്ട്രീയം, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ പല എന്താ പറയുക ധാരണകളും ബോധ്യങ്ങളും എന്നുള്ളതാണ്. അത് ആരുടെയും കുറ്റമല്ല. അത് ഓരോ മനുഷ്യരും എന്താ പറയണേ അവരുടെ ഒരു ആംഗിളാണിത്, പൊളിറ്റിക്കൽ ആംഗിളാണ്. റെജി ലൂക്കോസിന്റെ പല പോസ്റ്റുകളും പരിശോധിക്കുകയായിരുന്നു. കടുത്ത ഇടതുപക്ഷക്കാരൻ BJP-യെയും വെള്ളാപ്പള്ളി നടേശനെയും പ്രവീൺ തൊഗാഡിയെയും ഒക്കെ കടന്നാക്രമിക്കുന്ന വ്യക്തി. ഞാനും ഇദ്ദേഹം കൂടെ ഒരു ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ ഒരിക്കൽ അമേരിക്കയിലെ ഒരു ഹിന്ദു ഓർഗനൈസേഷൻ ഞാൻ പോയി എന്ന് പറഞ്ഞു. KHNA നല്ലൊരു ഓർഗനൈസേഷനാണ്, ഹിന്ദു ചായ്വുകളുള്ള ഓർഗനൈസേഷനാണ്. KHNA പോലും മോശമെന്ന് പറഞ്ഞിരുന്ന വ്യക്തിയാണ്. എന്നെ കുറിച്ച് എഴുതിയൊരു പോസ്റ്റാണ്. മഹാത്യാഗിയായ ഈ മനുഷ്യൻ ഭാവിയിൽ 2ാം ഗാന്ധിയായി അറിയപ്പെടുമെന്ന് പറഞ്ഞ് ട്രോൾ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ എത്ര പെട്ടെന്ന് മാറി BJP-യിലേക്ക് പോയി. ഇനിയും നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങളും ആക്രമണങ്ങളും ഒക്കെ ന്യായീകരിക്കേണ്ടി വരും എന്നുള്ളൊരു ഗതികേട് ഈ വിഷയത്തിൽ ഉണ്ടല്ലോ എന്ന് ആലോചിക്കാൻ. ഇവിടെയാണ് താഴെ കിടക്കുന്ന BJP, കോൺഗ്രസ്, CPM-കാരോട് പറയാനുള്ളത്. ഈ രാഷ്ട്രീയ നേതാക്കൾ, ഇദ്ദേഹത്തെ സ്വീകരിച്ച രാഷ്ട്രീയ നേതാക്കൾ, അല്ലെങ്കിൽ എല്ലാ പാർട്ടികളിൽ നിന്ന് വരുന്ന നേതാക്കൾ, ഇവർക്കൊക്കെ ഇടയിൽ ആശയ വ്യത്യാസമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്, നിലപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾ അങ്ങനെ കൊല്ലാനും വെട്ടാനും ഇവർക്ക് ആർക്കും വേണ്ടിയിട്ട് നിൽക്കരുത്. ആർക്കും വേണ്ടി കൊല്ലാനും വെട്ടാനും ആർക്കും വേണ്ടി ജീവിതം ഉപേക്ഷിക്കാനും ഒന്നും നിൽക്കരുത്. പക്ഷേ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതിൽ കൗതുകമുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹം ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് CPM-ൽ പരിഗണന കിട്ടാത്തത് എന്ന് പറഞ്ഞു. അതിന്റെ സത്യാവസ്ഥയും കൂടെ നമ്മൾ നോക്കുകയാണ്. എന്നെ ഞാൻ തന്നെ വ്യക്തി 1000 തൊഴിലാളികൾ വർദ്ധന വയ്ക്കുക 19 വർഷമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ഒരു കടുത്ത അവളാണ്. അത് തന്നെയല്ല, എന്റെ പേരാണ് പ്രശ്നം. ഞാൻ റെജി ലൂക്കോസ് അല്ലാതെ വേറെ പേരായിരുന്നെങ്കിൽ എനിക്ക് എന്തെല്ലാം അംഗീകാരം കിട്ടിയത്. എന്റെ ലൂക്കോസ് ഉള്ള പേര് പ്രശ്നം. നിങ്ങളുടെ ഒരു ഉദാഹരണം പറയട്ടെ, ബുദ്ധിമുട്ട് തോന്നുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ്. പാലക്കാട് നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ചെറിയ ഭാരവാഹി ഷാബിയോടുള്ള ഒരു മാനസിക പ്രശ്നത്തിന്റെ പേരിൽ ഞാൻ പത്രസമ്മേളനം നടത്തുന്നു. ആ പത്രസമ്മേളനത്തിൽ പ്രാധാന്യം കിട്ടും. ഞാൻ ഇലക്ഷൻ സമയത്ത് ഒരു പാർട്ടി യൂത്ത് കോൺഗ്രസ് ഉണ്ടെന്ന് പറഞ്ഞു. പിറ്റോസിന്റെ ഞാൻ CPM സജയിക്കുന്നു. അതിന് പിറ്റോസിന്റെ ആ മനുഷ്യൻ ഔദ്യോഗിക വ്യക്തമായിട്ടാണ് ചാനലില്ല മറ്റൊരു വ്യക്തമാക്കി. ഈ റെജി ലൂക്കോസ് എന്ന വ്യക്തി 13 വർഷമായിട്ട് ഈ പാർട്ടിയുടെ എല്ലാ പ്രസിഡന്റ് ഘട്ടങ്ങളിലും ഞാൻ പ്രതിരോധം ഒരു കാലത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല ചർച്ചകളിൽ വന്ന് വളരെ ഔദ്യോഗികമായിട്ട് പിൻവലിയും. പ്രത്യേകിച്ച് ഏറ്റവും സ്ട്രൈക്കുകൾ നമ്മുടെ ശൈലജ ഹോസ്പിറ്റൽ വിഷയങ്ങൾ എല്ലാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഒരിക്കലും വിളിച്ചിട്ട് പാർട്ടിയുടെ ഔദ്യോഗിക വ്യക്തമാകും. അതിന് ഒന്നും വേണ്ട. അങ്ങനെ പറയുന്ന പറയാൻ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ അവരല്ലേ തലേദിവസം വന്ന ഔദ്യോഗിക വ്യക്തമാക്കി 15 വർഷമായിട്ട് ഈ പാർട്ടിക്കൊപ്പം കരുമാട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അംഗീകാരം കിട്ടാത്ത ആ ലൂക്കോസ് വരാതെ എന്നോട് പറഞ്ഞു വിളിച്ചു നിങ്ങൾ മനസ്സിലായതുകൊണ്ട് ഞാൻ ചിന്തിക്കാത്ത എനിക്ക് അതിനോട് ആളെ ക്രിസ്ത്യാനി ആയതുകൊണ്ട് CPM-ൽ അവഗണന നേരിട്ടെന്നും മറ്റും പറഞ്ഞു. ഇത് സത്യസന്ധമായി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ സാമുദായിക ഇക്വേഷൻ മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കാൻ. 50 മുതൽ 55% വരെ ഹിന്ദുക്കൾ, അതിൽ ഏകദേശം 12 മുതൽ 15 വരെ സവർണ ഹിന്ദുക്കൾ, നായർ, നമ്പൂതിരി, ക്ഷത്രിയ അടക്കമുള്ള വിഭാഗങ്ങൾ, 22 മുതൽ 25% വരെ ഈഴവ, തീയ വിഭാഗങ്ങൾ, ഏകദേശം 10-15% പിന്നോക്ക ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുലയ, SC ST, പിന്നെ വിശ്വകർമ്മ പോലുള്ള മറ്റ് സമുദായങ്ങൾ, അതായത് ഇടയ്ക്ക് നിൽക്കുന്ന സമുദായങ്ങൾ, ഇങ്ങനെ പലതുമുണ്ട്. ഇതാണ് ഹിന്ദു സമൂഹം. 17 മുതൽ 18% വരെ ക്രിസ്ത്യാനികൾ, 27 മുതൽ 29% വരെ മുസ്ലിങ്ങൾ. ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ മതസൗഹാർദ്ദം. അപ്പൊ CPM-ൽ നിന്ന് ക്രിസ്ത്യാനി ആയതുകൊണ്ട് അവഗണന ലഭിച്ചു എന്ന് പറയുന്നു, ശരിയാണോ എന്നറിയില്ല. പക്ഷേ അങ്ങനെ കൂടി സൂചിപ്പിക്കുമ്പോൾ നമ്മൾ സാധാരണക്കാർ അതിൽ നിന്ന് പഠിക്കേണ്ടത് ജാതി മത സമവാക്യങ്ങളുടെ ഇക്വേഷനാണ്.
ഇത് ആത്മാർത്ഥമായിട്ട് അറിഞ്ഞാലേ അതിനപ്പുറം നിന്ന് പ്രവർത്തിക്കാൻ കഴിയൂ, ബാലൻസ് ഉണ്ടാക്കാൻ കഴിയൂ. നമ്മൾ ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും BJP-കാരനും എല്ലാം ഒരു ബാലൻസ് ഉണ്ടാക്കണം. അപ്പൊ റെജി ലൂക്കോസ് സാറിന്റെ അനുഭവം വളരെ കൗതുകത്തോടു കൂടിയാണ് കാണുന്നത്. എങ്ങനെ ഇത് മുമ്പോട്ട് പോകുമെന്ന് കാത്തിരുന്ന് കാണണം. എന്തായാലും സംഘപരിവാറിനെതിരെ ആഞ്ഞടിച്ചിരുന്ന ഒരു വ്യക്തി സംഘപാളയത്തിലേക്ക് എത്തുമ്പോൾ, സംഘാവ് ആയി മാറുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. എന്തായാലും കൗതുകത്തോടെ ശ്രീ ഹസ്കർ എന്ന് പറയുന്ന ഇടതുപക്ഷ നിരീക്ഷകനും പാർട്ടി മെമ്പറുമായ വ്യക്തിക്കും പിണറായി വിജയന്റെ കാറിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ സാർ കയറിയത് വിമർശിച്ചതിന് പ്രശ്നം പറഞ്ഞു. വെള്ളാപ്പള്ളി സാർ വർഗീയത പറയുന്നത് വർഗീയത ഉണ്ടായിട്ടല്ല, പകരം ഹിന്ദു കൺസോൾട്ടേഷന് വേണ്ടിയിട്ടാണ്. ഈ സത്യസന്ധമായി നമുക്ക് മനസ്സിലാക്കിയാൽ ഹിന്ദുക്കളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞ് നമുക്ക് കൺസോൾട്ടേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ രീതി കള്ളം പറഞ്ഞ് വർഗീയത കളിച്ചിരിക്കാം. അതുകൊണ്ട് സത്യമാണ്, രാഷ്ട്രീയമല്ല, പൊളിറ്റിക്കലി കറക്റ്റ് കാര്യങ്ങളല്ല, സത്യം, കാണുന്ന സത്യം പറയുക. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും വിശ്വാസിക്കും അവിശ്വാസിക്കും നിരീശ്വരവാദിക്കും എല്ലാം നമ്മുടെ നാട്ടിൽ സ്പേസ് ഉണ്ടാകും. സത്യമേവ ജയതേ. ജയ് ഗാന്ധി, ജയ് ഹിന്ദ്.